മലയാളത്തിന്റെ പദശ്രുതിയുടെ ഭാഗ്യശ്രുതിയുടെയും ഡിസ്കഷനാണ്. അപ്പം ഇവിടെ നോക്കാം, ഇതിനകത്ത് ശരിയായ പദം ഏതാണെന്ന് നോക്കാം. അതായത് ഇത് 2, 3 എന്നിവയാണ് ശരി. സ്വത വിസർഗം സിദ്ധം അല്ലെങ്കിൽ വിസർഗം ഒഴിവാക്കിയിട്ട് സാ ഇരട്ടിച്ചു. അപ്പം വിസർഗത്തിന് ശേഷം ഇപ്പൊ വിസർഗസന്ധിയിൽ വരുവാണെങ്കിൽ സ്വത എഴുതിയിട്ട് വിസർഗം പ്ലസ് സിദ്ധം ഇങ്ങനെ വരുമ്പം വിസർഗത്തിന് ശേഷം വരുന്ന അക്ഷരം ഷ, ഷ, സ എന്നിവയാണെങ്കിൽ ചേർത്ത് എഴുതുമ്പോൾ സ്വത വിസർഗം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നുകിൽ വിസർഗം ഇട്ടിട്ട് ആ അക്ഷരം അതുപോലെ തന്നെ എഴുതാം, അല്ലെങ്കിൽ വിസർഗം ഒഴിവാക്കിക്കൊണ്ട് വിസർഗത്തിന് ശേഷം വരുന്ന അക്ഷരം ഏതാണോ അത് ഇരട്ടിപ്പിച്ച് എഴുതാവുന്നതാണ്. വരുന്ന അക്ഷരങ്ങൾ ശാശ്വാസ എന്നിവയിൽ ഒന്നാണെങ്കിൽ മാത്രം ഇവിടെ സായാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ശരിയാണ്, ഇത് തെറ്റാണ്. ഇതിങ്ങനെ വരില്ല. അടുത്ത താഴെ തന്നിരിക്കുന്ന തെറ്റായ പദം ഏത്? അശേഷം ഇങ്ങനെയാണ് എഴുതേണ്ടത്, ബൃഹത്വം ഇങ്ങനെയാണ്, നൈസർഗികം ഇങ്ങനെയാണ്. നിശേഷം എഴുതുമ്പോൾ 2 ശായുണ്ട്. നിശേഷം എഴുതുമ്പോൾ ശ ഇരട്ടിപ്പിച്ചാണ് എഴുതുന്നത്, നിശേഷം. അടുത്ത് ശരിയായ വാക്ക് സമുദായ പരം, സാമുദായിക പരം, സാമുദായികം. ഇതിനകത്ത് ഏതാണ് ശരി? അപ്പം സാമുദായികം ശരിയാണ്, അതുപോലെ തന്നെ സമുദായ പരം ശരിയാണ്. സാമുദായിക പരം എന്ന് പറയില്ല, അത് തെറ്റാണ്. അപ്പം ഇത് രണ്ടുമാണ്, 1, 3 എന്നിവയാണ് ശരി. സാമുദായികം, രാഷ്ട്രീയം, സാംസ്കാരികം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സംസ്കാരപരം എന്ന് പറയാം, അല്ലെങ്കിൽ സാംസ്കാരികം എന്നേ പറയില്ല, സാംസ്കാരിക പരം എന്ന് പറയില്ല. ശ്രദ്ധിക്കണം. അടുത്ത ശരിയായ പദം ഏത്? അത് ഇങ്ങനെ എന്നുള്ളതാണ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത് ശരിയായ പദം ഉത്കൃഷ്ടം എന്നുള്ളതാണ്, ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത് ശരിയായ വാക്യം ഏത്? അതിനേക്കാൾ മെച്ചം ഇതിനില്ല എന്നുള്ളതാണ്. ബാക്കി എന്തുകൊണ്ട് തെറ്റി? ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ നടക്കാൻ ഇറങ്ങും. ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ നടക്കാൻ ഇറങ്ങും. ഓക്കെ, അത് ശരിയാണ്, ആ വാക്യം ശരിയാണ്, അതിന് മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. അടുത്ത രണ്ടാമത്തെ, അവർ പറഞ്ഞ 100-90% കാര്യങ്ങളും തെറ്റായതാണ്. ഇത് 100-90 എന്ന് പറയുമ്പോൾ 100 എന്ന് പറയില്ല, ശതമാനം എന്ന് പറയുമ്പോൾ 100-നാണ് പറയുന്നത്. വീണ്ടും 90% കാര്യങ്ങളും തെറ്റായതാണ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് അടുത്ത. ഓരോ വിദ്യാർത്ഥികൾ, ഓരോ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയാണ്, സംഖ്യക്ക് ശേഷം ഏകവചനം വന്നാൽ മതി, ബഹുവചനം വരണ്ട. ഓരോ വിദ്യാർത്ഥിയും എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ശരിയായ വാക്യം ഏത്? മലയാളത്തിലെ ആദ്യകാല സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളവയാണ് പാട്ട്, മണിപ്രവാളം എന്നിവ എന്ന് പറയുമ്പം അവിടെ ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും കൂടുതൽ എന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ല. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനമുള്ളവയാണ് എന്ന് പറഞ്ഞാൽ മതി. അടുത്തതിന് ഞാൻ 4 പുസ്തകങ്ങൾ വാങ്ങി. 4 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയാണ്, പിന്നെ ബഹുവചനം വേണ്ട, ഏകവചനം മതി. അപ്പൊ ഞാൻ 4 പുസ്തകം വാങ്ങി എന്ന് മതി. ഗ്രാമവാസികളും ആബാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തിച്ചേർന്നു. ഒന്നുകിൽ ഗ്രാമവാസികൾ എന്ന് മൊത്തത്തിൽ പറയാം, അല്ലെങ്കിൽ ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറയാം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഗ്രാമവാസികൾ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയാം. രണ്ടും കൂടെ പറയണ്ട. അടുത്ത ബാലാമണിയമ്മ മലയാളത്തിലെ മതത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. അടുത്തത് ഓപ്ഷൻ എ, ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ഒരു ആധുനിക നോവലാണ്, ശരിയാണ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു. അപ്പൊ ഇവിടെ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ രീതി വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ആര് എന്നുള്ള ചോദ്യം സൂര്യനാണ്, എവിടെ, എങ്ങനെ, എന്തിനോടെന്നുള്ള ചോദ്യം പടിഞ്ഞാറ് എന്നുള്ളതാണ്. ചെയ്ത പ്രവൃത്തി അസ്തമിച്ചു, അങ്ങനെയാണ് വരുന്നത്. അടുത്ത ഈ നാടിന്റെ സാംസ്കാരിക പരം എന്ന് പറയില്ല, സാംസ്കാരികം എന്നേ പറയില്ല, സാംസ്കാരികമായ പ്രത്യേകതയാണ് ഇതെന്ന് പറയണം. അടുത്തത് ഇപ്പോൾ പാടിയ പാട്ട് വളരെ ആസ്വാദ്യകരമായിരുന്നു. ആസ്വാദ്യകരം എന്ന് പറയില്ല, ആസ്വാദ്യമായിരുന്നു എന്നേ പറയത്തുള്ളൂ. ആസ്വാദ്യമായിരുന്നു, ആസ്വാദ്യമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാകും. അടുത്ത് താഴെ തന്നിരിക്കുന്ന ശരിയായ വാക്യം ഏത്? പദ്യത്തിലെ പോലെ ഗദ്യത്തിലും വർണ്ണനമാക്കാം. ഇവിടെ തന്നെ പദ്യത്തിലെ
പോലെ ഗദ്യത്തിലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അടുത്ത ഭാവനിർഭരവും നാടകീയതയുമുള്ള അവതരണം. ഭാവനിർഭരവും ഇവിടെ വരുമ്പം ഇതുപോലെ തന്നെ ഇവിടെയും വരണം. അപ്പൊ ഭാവനിർഭരവും നാടകീയവുമായ അവതരണം എന്ന് പറയണം. അല്ലെങ്കിൽ എങ്ങനെയാണ്? ഭാവനിർഭരതയും നാടകീയതയുമുള്ള, രണ്ടും ഒരുപോലെ തന്നെ വരണം. അടുത്ത 10 മുതൽ 15 രൂപ വരെ കൂലിയുണ്ട്. അവിടെ എണ്ണം പറയുന്ന 10 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 15 എന്ന് വരുമ്പം ഈ 15ന് ശേഷമായിരിക്കണം വരെ വരുന്നത്, എങ്കിലേ അത് ശരിയാകത്തുള്ളൂ. 10 മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വരണം. 15 വരെ രൂപ കൂലിയുണ്ടെന്ന് വരാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 10 രൂപ മുതൽ എന്ന് പറയണം. 10 രൂപ മുതൽ ഇവിടെ ശരിയാവുകയാണെങ്കിൽ ഇവിടെ 15 രൂപ വരെ വരാം. ഇവിടെ എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ തന്നെ വരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തിനി പദ്യത്തിലെ പോലെ ഗദ്യത്തിലും വർണ്ണനമാകാം. ഇവിടെ ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ലും എന്ന് പറയുന്നത്. പദ്യത്തിലെ പോലെ ഗദ്യത്തിലും, അല്ലെങ്കിൽ പദ്യത്തിനെ ആണെങ്കിൽ പദ്യത്തിനെ പോലെ ഗദ്യത്തിനും വർണ്ണനമാകാം. അത് രണ്ടും ഒരുപോലെ വരണം, ശ്രദ്ധിക്കണം. അതാണ് അടുത്ത്. ഓപ്ഷൻ എ, അവിടുത്തെ ജനങ്ങൾക്ക് തികഞ്ഞ ഐക്യബോധ്യമുണ്ടെന്നും അത് തനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. അപ്പം തികഞ്ഞ ഐക്യബോധ്യമുണ്ടെന്നും അത് തനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ബോധ്യമുണ്ടെന്നും പറയുവാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും എന്ന് പറഞ്ഞു. എങ്കിലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു? അടുത്ത ജനങ്ങൾക്ക് തികഞ്ഞ ഐക്യബോധ്യം ഉള്ളതായും അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും, രണ്ടും ഒരുപോലെ വരുമ്പോഴാണ് ശരിയാണ്. അടുത്ത മലയാള സാഹിത്യത്തിന് വേണ്ടി, മലയാള സിനിമയ്ക്ക് വേണ്ടി മഹത്തരം എന്ന് പറയില്ല, മഹത്തമായ അല്ലെങ്കിൽ മഹത്തായ എന്നേ പറയത്തുള്ളൂ. രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് മഹത്തരം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിന് മാത്രം പറയുമ്പോൾ മഹത്തമായ എന്നേ പറയത്തുള്ളൂ. മലയാള സാഹിത്യത്തിന് വേണ്ടി, മലയാള സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മഹത്തമായ സേവനങ്ങൾ അനുഷ്ഠിച്ച വിശിഷ്ട കവിയാണ് വയലാർ എന്ന് പറയാം. അടുത്ത ഇനി വൈലോപ്പള്ളിയുടെ പട്ടുടുപ്പ് എന്ന കവിത വിശിഷ്ടമാണ്, മാമ്പഴം വിശിഷ്ടതരമാണ്. അത് ശരിയാണ്, കാരണം അതിനെ കമ്പാരിസൺ ആണ്. ഇപ്പം പട്ടുടുപ്പ് എന്ന കവിത അതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ വിശിഷ്ടം എന്ന് പറയാം. അടുത്ത ഇനി രണ്ടാമത് ഒരെണ്ണത്തിനൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് വിശിഷ്ടതരം എന്ന് പറയാം. അങ്ങനെയാണ്. ഇവിടെ മഹത്തരം എന്ന് പറയുന്ന ഒന്നിനെ കമ്പയറും കൂടി ചെയ്യുവാണെങ്കിൽ അത് മഹത്തരം എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ കമ്പാരിസൺ വരുന്നില്ല, അതുകൊണ്ടാണ് മഹത്തമായ അല്ലെ മഹത്തായ എന്ന് മാത്രം വരുന്നത്. ഇവിടെ വിശിഷ്ടമാണെന്ന് പറഞ്ഞ പോലെ. രണ്ടാമത്തെ കമ്പയർ ചെയ്യുമ്പോഴാണ് മഹത്തരം അല്ലെങ്കിൽ വിശിഷ്ടതരം എന്നൊക്കെ രീതി പറയുന്നത്. മൂന്നാമത് ഒരെണ്ണം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ മഹത്തമം അല്ലെങ്കിൽ വിശിഷ്ടതമം എന്നുള്ള രീതിയിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അടുത്തന്നെ കവി ഈ സംഭവം വളരെ ശ്രദ്ധയോട് കൂടിയും നാടകീയമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധയോട് കൂടിയും എന്ന് പറയുമ്പോൾ കൂടിയും, ഇപ്പം ഇവിടെ നാടകീയമായും എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ വരണം, ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരണം. അങ്ങനെ വരാത്തതുകൊണ്ടാണ് അവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഡിസ്കഷൻ ടോപ്പിക്.